Hi, welcome to the second class of set theory, theory of equations and complex numbers. I'm Sangeeta. Let's start with a 1.3, section 1.3, finite and infinite set from Bartle's textbook of 4th edition. Okay, so first of all, consider a set. Okay, a set consists of collection of distinct elements. Collection of distinct elements. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ സെറ്റിൽ നമ്മൾ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ എന്തെങ്കിലും ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഇനി സ്റ്റുഡൻസ് എണ്ണാൻ തുടങ്ങുക. ഓക്കെ, സോ കൗണ്ട് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. Number of elements in set. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻ സെറ്റ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? 1 ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 അങ്ങനെ പോകും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെയും കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ 1 എന്നുള്ളതിലേക്ക് നൊട്ടേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റുഡൻറ്റിനെ 2 എന്നുള്ള രീതിയിലേക്ക് നൊട്ടേറ്റ് ചെയ്യുന്നു, തേർഡ് സ്റ്റുഡൻറ്റിനെ 3 എന്നുള്ള രീതിയിലേക്ക് നൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഹിയർ indirectly we are going to define here. Indirectly we are defining what? Defining a bijective mapping. A bijective mapping എവിടുന്ന് എവിടത്തേക്ക്? നമ്മൾ അതായത് ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ 1 2 3 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബൈജക്റ്റീവ് മാപ്പിംഗ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? സെറ്റ്, നമ്മുടെ സെറ്റ് ആൻഡ് പോർഷൻ ഓഫ് നാച്ചുറൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, സപ്പോസ് വി ഹാവ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തിട്ട് അതിനെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. 1 2 3 എക്സെട്ര കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെയും ഏതുമായിട്ടാണ് അതിനെ മാപ്പ് ചെയ്യുന്നത്? അത് നാച്ചുറൽ നമ്പേഴ്സിലുള്ള സെറ്റ് എലമെന്റ്സുമായിട്ടാണ് നമ്മൾ അതിനെ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ബൈജക്റ്റീവ് മാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ കൗണ്ടിങ് എന്താണില്ല ടെർമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സെറ്റ് എന്തായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും? ദാറ്റ് ഇസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് we have some results. That is, inverse of a bijection is a bijection. Composition of two bijection is a bijection. We can easily prove that inverse of a bijection is a bijection. Okay, you have studied in the previous class, in the second year class or +2 onwards, I think. So f from A to B, f inverse is from B to A. We have to prove that f inverse is a bijection. That means f inverse is equal to some g from B to A is a bijection. That is, we have to prove that g is 1 1 and on 2. G is 1 1 and on 2. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം g of y1 is equal to f from A to B is defined by, suppose f of x is equal to y. So g of y, this is defined by g of y is equal to x. Okay, so g of y1 is equal to g of y2. That means f inverse y1 equal to f inverse y2. That is taking composition of f. So f of f inverse of y1 is equal to f of f inverse of y2. From these we can see that this is y1 is equal to y2. Similarly, we came through the ontoness also, and this composition of two bijection is a bijection
also can be proved very easily. So next, very important definition in this chapter, that is the empty set phi is said to have 0 elements. Empty set phi is said to have 0 elements. Next, if n in natural number set n, a set S is said to have n elements. S is said to have n elements if there exists a bijection from the set nn 1, 2, etc. up to n. Then natural number n variyulla set aanidhu on to S. അതിലേക്ക് എന്തുണ്ടാവും ഒരു ബൈജെക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. എസ് ഇന്റെ n elements ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can find out a bijection from nn. We can find out a bijection f from nn ഇവിടുന്നാണ് കേട്ടോ. nn to on to s ആണ് മാപ്പ് ആവുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ, nn on to s. Next, a set S is said to be finite if it is either empty or it has n elements for some n in n. Set S is said to be finite ആണെങ്കിൽ എന്തായാലും എന്താവും, ഒന്നുകിൽ അത് empty ആയിരിക്കും. empty ആണെങ്കിൽ അതിൽ set number of elements 0 ആണ്, അല്ലെങ്കിൽ അതിൽ എത്ര elements ഉണ്ടാവും, n elements ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് finite ആവുന്നത്. Right? A set is said to be infinite. It is not finite. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുന്നത് 1, 2, 3 etc. up to അതിന് if it does not terminate, we say that set is an infinite set. Okay. Next we have some remarks. First remark, a set S has n elements if and only if there is a bijection from S on to set 1, 2, 3 etc. up to n. ഇത് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സപ്പോസ് ദാറ്റ് ഫസ്റ്റത്തേത്, സപ്പോസ് ദാറ്റ് S has n elements ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സെറ്റ് ഹാസ് n elements. അത് നമ്പർ ഓഫ് സെറ്റ് S1, S2 etc. up to Sn ആണെന്ന് വിചാരിക്കുക. So define a map from nn to the set nn to S. S ആയിട്ട് define ചെയ്യുക. Then we can see that n 1, 2, 3 etc. up to n വരെ, അതായത് ഈ nn എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് എസിലേക്ക് മാപ്പ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് S1 ആ രീതിയിൽ ni ഏതിലേക്ക് മാപ്പ് ചെയ്യുക, SI ആണെന്ന് വിചാരിക്കുക. ഓക്കെ, I equal to 1, 2, 3 etc. up to n. അത് ഏത് രീതിയിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ we can find out a bijection f from nn to s ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ബൈജെക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇനി നമ്മൾക്ക് നേരെ തിരിച്ചു ചെയ്യാം. ഏത് ബൈജെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത് തീർന്നില്ല, നേരത്തേത് തീർന്നില്ല. കാരണം ബൈജെക്ഷൻ ഉണ്ടെങ്കിലും എന്താ സംഭവിക്കുക, ബൈജെക്ഷൻ എഫ് ഫ്രം nn to എസിലേക്ക് ബൈജെക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ട എന്താ, എസ് ഓൺ ടു, അതായത് നെക്സ്റ്റ് എഫ് ഇൻവേഴ്സ് എടുക്കുക. എഫ് ഇൻവേഴ്സ് ഫ്രം എസ് ഓൺ ടു nn ആണ്. ഇനി ഇതെന്താണെന്ന് അറിയാം, ഇത് ബൈജെക്ഷൻ ആണെന്ന് അറിയാം. അത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏത് n എലമെന്റ്സ് ഉള്ള സെറ്റ് കിട്ടുവാണെങ്കിൽ, എസ് ഒരു n എലമെന്റ്സ് ഉള്ള സെറ്റ് കിട്ടുവാണെങ്കിൽ we can define a bijection map from nn on to s, which is a bijection. F bijection ആണെങ്കിൽ we can easily say that inverse of a bijection is a bijection. So this is a bijection. അപ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിൽ, സപ്പോസ് we have a bijection G from എവിടുന്ന് എവിടത്തേക്ക്, S on to nn. This is an on to map and is also a bijection ആണെന്ന് assume ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ G inverse എവിടുന്ന് എവിടത്തേക്കാ, nn on to S. ഇതും എന്ത് തന്നെയായിരിക്കും, ബൈജെക്ഷൻ തന്നെയായിരിക്കും. ബൈജെക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, ഇങ്ങനെ ഒരു വാല്യൂ ഇത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ S has
S has n elements. S has n elements. S has n elements. Okay. ഈ രീതിയിലാണ് നമ്മൾ ഈ റിമാർക്കിലെ കണ്ടൻസ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. The second remark, a set S1 has n elements if and only if there is a bijection from S1 on to another set S2 that has n elements. S1 has n elements, S2 has n elements. Okay, so S1 has n elements means we can find out a bijection that F from Nn on to S1. Okay, and S2 has n elements means we can find out another bijection G from Nn on to S2. So we have to find out a bijection from S1 on to S2. അതിനു വേണ്ടിയിട്ട് എഫ് ബൈജക്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ബൈജക്ഷൻ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഫ്രം S1 to S1 on to Nn എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എടുക്കുക. അത് എവിടുന്ന് എവിടത്തേക്ക് മാപ്പ് ചെയ്യും? എഫ് ഇൻവേഴ്സ് S1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, Nn to S2 ആവും. ഓക്കെ, അപ്പൊ ഇത് S1 on to S2 ലേക്കാണ് ഇത് മാപ്പ് ചെയ്യുക. ഓൺ ടു മാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത് composition of two bijection ആണ്. F inverse bijection, G bijection. Composition of two bijection is a bijection. So this is a bijective map from S1 on to S2. Right? ഇനി തിരിച്ച് if and only if converse ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ പ്രൂവ് ചെയ്താൽ മതിയാവും. Okay, ഇനി T1 finite ആണെങ്കിൽ if and only if there is a bijection from T1 on to another set T2 that is finite. ഇത് സെക്കൻഡ് റിമാർക്ക് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. കാരണം T1 finite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 has n elements ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ആ ഡെഫിനിഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് റിമാർക്ക് വിൽ ബി ദ സെക്കൻഡ് റിമാർക്ക്. റൈറ്റ്, നെക്സ്റ്റ് ഇസ് we have uniqueness theorem. Uniqueness theorem, the theorem says that S a finite set ആണ്. Number of elements in S is a unique number ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Assume the number of elements in S is not unique. So assume S has M1 and M2 number of elements. ഒരു നമ്പർ അല്ല, അവ രണ്ട് നമ്പർ ഉണ്ടെന്ന് assume ചെയ്യുവാണ് S ന്. So S has M1 number of elements ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ from the definition itself there exists a bijection F from Nm1 to on to S, which is a bijection. This is equation number 1. Then F inverse from S on to Nm1 ഉം എന്ത് തന്നെയായിരിക്കും? bijection ആയിരിക്കും, since inverse of a bijection is bijection. And also S has M2 number of elements ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again എന്ത് പറയാൻ പറ്റും? There exists a bijection G from Nm2 on to S, which is equation number 2. Similarly, G inverse from S on to Nm2 is a bijection ആണ്. രണ്ട് കേസസ് ആണ്, M1 greater than M2 എന്നുള്ള കേസ് എടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? Nm1 ൽ നിന്ന് S ലേക്കാണ് F. ഈ S ൽ നിന്ന് Nm2 ലേക്കാണ് G ഇൻവേഴ്സ്. ഞാൻ ഇതിനെ കോമ്പോസിഷൻ എടുക്കുവാണ്. G ഇൻവേഴ്സ് കോമ്പോസിഷൻ F എവിടുന്ന് എവിടത്തേക്ക് മാപ്പ് ചെയ്യും? Nm1 to Nm1 on to Nm2 ലേക്കാണ് ഫ്രം ബൈ ഡെഫിനിഷൻ. ഇനി ഇത് കോമ്പോസിഷൻ ഓഫ് ടു ബൈജക്ഷൻ എന്താണ്? ബൈജക്ഷൻ ആണ്. സോ ദിസ് ഇസ് ബൈജക്ഷൻ. പക്ഷെ M1 greater than M2 ആണ്. ദാറ്റ് മീൻസ് M1 നോട്ട് ഈക്വൽ ടു M2. M1 ഒരു എലമെന്റ് M2വിനേക്കാളും അധികം ഉണ്ട്. ഓക്കെ, ബൈ pigeonhole പ്രിൻസിപ്പിൾ അവിടെ ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും, M1 ഉണ്ടാവും, സച്ച് ദാറ്റ് അതിന് എന്തുണ്ടാവില്ല? മാപ്പ് ചെയ്യില്ല, M2ലേക്ക് മാപ്പ് ചെയ്യില്ല. ഓക്കെ, M2 നമ്പർ ഓഫ് സെറ്റ്സിലേക്ക് മാപ്പ് ചെയ്യാത്ത ഒരു എലമെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു 1 ആവില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് എ ബൈജക്റ്റീവ്. ഓക്കെ, സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ ഈ കേസ് പോസിബിൾ അല്ല. സെക്കൻഡ് കേസ് നോക്കുവാണെങ്കിൽ M2 greater than M1, അതായത് M1 less than M2. നേരത്തെ അതേപോലെ തന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ F inverse കോമ്പോസിഷൻ G ഡിഫൈൻ ചെയ്യാൻ പറ്റും, which is bijective. പക്ഷെ അതേപോലെ തന്നെ pigeonhole പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് പറയാൻ പറ്റും? F inverse composition G is not a bijective map. It's not a bijective map. So which implies a contradiction. So this case is also not possible. So two cases not possible since
We have taken a wrong assumption.